നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെയിലേക്ക് സ്വാഗതം. അങ്ങനെ 2026 ഫിഫ ലോകകപ്പിന്റെ ഫൈനൽ സ്പെയിനും അർജന്റീനയും തമ്മിൽ ഏറ്റുമുട്ടും. ഫ്രാൻസ് സ്പെയിൻ മത്സരം കണ്ടപ്പോഴേക്കും നമ്മളൊരു ക്രാക്കർ ജാക്കർ ഓഫ് എ കോൺടെസ്റ്റ് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ സ്പെയിൻ 2-0 ഫ്രാൻസിനെ തളച്ചുകൊണ്ടാണ് ഫൈനലിലേക്ക് പോയത്. അർജന്റീന ഇംഗ്ലണ്ട് സെമി പോരാട്ടം കണ്ടപ്പോഴേക്കും കടുത്ത വാശിയേറിയ മത്സരം ഉണ്ടാവുമെന്ന് കരുതി. പക്ഷേ സെക്കൻഡ് ഹാഫ് ഒരു വൺ സൈഡ് ഗെയിം തന്നെയായിരുന്നു. പൂർണ്ണമായും അർജന്റീന അങ്ങ് കൊണ്ടുപോവുകയായിരുന്നു എന്ന് തന്നെ പറയാം. 70ാമത്തെ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ഇംഗ്ലണ്ട് ആരാധകൻ എന്ന രീതിയിൽ വിഷമമുണ്ട് പറയുന്നതിൽ. പക്ഷേ കംപ്ലീറ്റ്ലി ആ വിൻ ഡിസേർവ് ചെയ്തത് അർജന്റീനയാണ്. മെസ്സിയുടെ പേരും മെസ്സി 2 അസിസ്റ്റൊക്കെ നൽകിയെന്ന് പറഞ്ഞാൽ പോലും കളി നിയന്ത്രിച്ചത് അവരുടെ മാനേജർ കോച്ചായ ലയണൽ സ്കലോണിയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കൃത്യമായ സബ്സ്റ്റിറ്റ്യൂഷൻസ് പല രീതിയിലും അർജന്റീനയെ ആ 1-0 നിന്ന ആ ടീമിനെ അവരുടെ ആത്മവിശ്വാസം, കോൺഫിഡൻസ് നമ്മൾ എങ്ങനെയൊക്കെയാണോ മുന്നത്തെ മത്സരത്തിൽ കണ്ടിട്ടുള്ളത്, ആദ്യം ഒരു അടി വാങ്ങിക്കഴിഞ്ഞാൽ 2 അല്ലെങ്കിൽ 3 തിരിച്ചു കൊടുക്കാതെ ഒരു സമാധാനമില്ല എന്നുള്ള അർജന്റീനയാണ് നമ്മൾ കഴിഞ്ഞ മത്സരത്തിലും കണ്ടത്. ഓൾ ഔട്ട് ഇംഗ്ലണ്ടിൻ്റെ ബസ് പാർക്കിങ്ങിൻ്റെ ഫീസ് വരെ വാങ്ങിച്ചുകൊണ്ട് മെസ്സിയും ടീമും കൂടി ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുമ്പോഴേക്കും സ്പെയിൻ അർജന്റീന കോൺടെസ്റ്റ് ഇനി എന്താകുമെന്നുള്ളത് കാത്തിരിക്കുകയാണ് ലോകം. അതോടുകൂടി നമ്മൾ തലക്കെട്ടുകളിലേക്ക് പോകും. ലോക ഫുട്ബോളിൽ അർജന്റീന സ്പെയിൻ ഫൈനൽ. 2ാം സെമിയിൽ ഇംഗ്ലണ്ടിനെ അർജന്റീന വീഴ്ത്തിയത് പിന്നിൽ നിന്ന ശേഷം 2 ഗോളുകൾക്കും വഴി തുറന്നത് ലയണൽ മെസ്സി. ഗോൾഡൻ ബൂട്ടിൽ എംബാപ്പയെ പിന്തള്ളി മെസ്സി മുന്നിൽ. തുടർച്ചയായ 5ാം ദിവസവും ആക്രമണം തുടർന്ന് അമേരിക്കയും ഇറാനും. 35 പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ. ഹോർമുസിൽ ഇറാന്റെ കപ്പൽ തകർത്തു. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ഡൊണാൾഡ് ട്രംപ്. തയ്യാറായില്ലെങ്കിൽ ആക്രമണം കടുപ്പിക്കുമെന്ന് മുന്നറിയിപ്പ്. എന്താകും ചിന്താമണിയുടെ വിധി? പാലക്കാട് സെഷൻസ് കോടതിയിൽ അന്തിമവാദം തുടരുന്നു. ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്ന തീയതി ഇന്ന് തീരുമാനിച്ചേക്കും. കള്ളാടി തുരങ്കപാത നിർമ്മാണത്തിൽ മുൻ സർക്കാരിന്റെ നിയമവിരുദ്ധ ഇടപെടലിന് കൂടുതൽ തെളിവുകൾ. അജണ്ടയിൽ ഇല്ലാതിരുന്നിട്ടും പാരിസ്ഥിതിക പഠനം വേണ്ടെന്ന് മുൻ ചീഫ് സെക്രട്ടറി KSDMA എക്സിക്യൂട്ടീവ് യോഗത്തിൽ അവതരിപ്പിച്ച് പാസാക്കിയെടുത്തു. ജയതിലകിന്റെ ഇടപെടൽ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം നിയമവിരുദ്ധം. ന്യൂസ് 18 ഫോളോ അപ്പ്. കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ദീപം തെളിയിക്കും. ദർശനം നാളെ രാവിലെ 5 മണി മുതൽ. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുമായി കേരള ലോട്ടറി. തിരുവോണം ബമ്പർ ലോട്ടറി മുഖ്യമന്ത്രി ഇന്ന് പുറത്തിറക്കും. 1ാം സമ്മാനം 30 കോടി രൂപ. ടിക്കറ്റ് വില 500 രൂപ. ആദ്യഘട്ടം വിൽപ്പനയ്ക്ക് 90 ലക്ഷം ടിക്കറ്റുകൾ. പതിവുപോലെ നമുക്ക് ഫുട്ബോളിൽ നിന്നല്ലാതെ വേറെ എന്തെങ്കിലും ആരംഭിക്കുക അല്ലേ? ലോക ഫുട്ബോളിൽ അർജന്റീന സ്പെയിൻ ഫൈനൽ. പിന്നിൽ നിന്ന ശേഷമാണ് സെമിയിൽ ഇംഗ്ലണ്ടിനെ അർജന്റീന വീഴ്ത്തിയത്. എൻസോ ഫെർണാണ്ടസും ലൗതാരോ മാർട്ടിനസുമാണ് സ്കോറർമാർ. ലയണൽ മെസ്സിയാണ് 2 ഗോളുകൾക്കും വഴി തുറന്നത്. 55ാം മിനിറ്റിലെ ഗോർഡന്റെ ഗോളിന് ശേഷം പ്രതിരോധത്തിലേക്ക് വലിഞ്ഞതാണ് ഇംഗ്ലണ്ടിന് തിരിച്ചടിയായി മാറിയത്. എൽദോ ഉണ്ട് വിശദാംശങ്ങളുമായി. എൽദോ, നമുക്ക് ലാസ്റ്റ് സെന്റൻസിൽ നിന്ന് തുടങ്ങാം. 1-0 നിന്ന് ഇംഗ്ലണ്ട് കംപ്ലീറ്റ് ഓൾ ഔട്ട് ഡിഫൻസിലേക്ക് പോകുന്നു. പിന്നീട് നമ്മൾ 70ാമത്തെ മിനിറ്റിന് ശേഷം കണ്ടത് അർജന്റീനയുടെ ഓൾ ഔട്ട് അറ്റാക്കിംഗ് ആണ്. അതും മെസ്സി ഉണ്ടാക്കുന്ന അവസരങ്ങൾ 2 അസിസ്റ്റുകളും മെസ്സിയുടെയാണ്. ഫൈനൽ സ്പെയിൻ അർജന്റീന. ഹരി, ലയണൽ മെസ്സി എന്ന മാന്ത്രികന് ഗോളടിക്കുക എന്നുള്ളത് അതൊരു പ്രശ്നമേ അല്ല. ഗോൾ അടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അയാൾ എന്നുള്ളതാണ്. മാസ്മരികമായിരുന്നു ലയണൽ മെസ്സി ഇന്നലെ. 55ാമത്തെ മിനിറ്റിൽ ഇംഗ്ലണ്ട് മുന്നിലെത്തിയതാണ്. പക്ഷേ ഒരിക്കൽ പോലും അർജന്റീന ആരാധകർക്ക് ഈ മത്സരം കൈവിട്ടു പോകുന്നു എന്നുള്ള തോന്നൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത് കഴിഞ്ഞ കുറേ മത്സരങ്ങളായി അർജന്റീന ആരാധകർ നേരിടുന്ന ഒരു പ്രശ്നമാണ്. വല്ലാത്ത രീതിയിൽ ഹൃദയമിടിപ്പ് കൂടുക, പിന്നെ ആകാംക്ഷകൾ ഉറ്റുനോക്കുക എന്നുള്ളത്. അത്രമാത്രം ഗംഭീരമായിരുന്നു അർജന്റീനയുടെ 2ാം പകുതിയിലെ, പ്രത്യേകിച്ചും ഗോൾ അടിച്ച ശേഷമുള്ള, ഗോൾ വഴങ്ങിയ ശേഷമുള്ള പ്രകടനം. അങ്ങനെ അസാധ്യമായ ഒരു മത്സരത്തിലായിരുന്നു അർജന്റീനയുടെ ജയം. ഗംഭീരമായി തന്നെ അർജന്റീന ആ ജയം സ്വന്തമാക്കുകയും ചെയ്തു. 85ാം മിനിറ്റിൽ, അതായത് ഫൈനൽ നിശ്ചിത സമയം 90 മിനിറ്റിൽ 85ാം മിനിറ്റിലാണ് ആദ്യ ഗോൾ അർജന്റീന നേരിടുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത്രമാത്രം രസകരമായി തന്നെ ആ മത്സരത്തിലേക്ക് ടീമുകൾക്ക് എത്താൻ സാധിച്ചു.
കളിയിൽ അർജന്റീന ആദ്യ പകുതി, അർജന്റീനയും ഇംഗ്ലണ്ടും ആദ്യ പകുതിയിൽ അത്രമാത്രം ഗംഭീരമായിട്ടുള്ള മത്സരമല്ല ആദ്യ പകുതിയിൽ നടത്തിയത്. അതൊരു ഫിസിക്കൽ ഗെയിമായി തന്നെ മാറുകയായിരുന്നു. പലവട്ടം ഒരു സെമി ഫൈനലിന്റെ മുഴുവൻ ആവേശവും മുഴുവൻ പോരാട്ട വീര്യവും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്രമാത്രം ഫിസിക്കലായി തന്നെ മാറിയ ഒരു മത്സരത്തിൽ രണ്ടാം പകുതിയുടെ 55-ാം മിനിറ്റിൽ, അതായത് രണ്ടാം പകുതിയുടെ 9-ാം മിനിറ്റിൽ തന്നെ ഇംഗ്ലണ്ട് ആദ്യം ഗോൾ സ്കോർ ചെയ്യുന്നു. ഇംഗ്ലണ്ട് ആ ഗോൾ സ്കോർ ചെയ്തതിന് പിന്നാലെ അർജന്റീന ഉണരുന്നതാണ്. അതായത് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കിട്ടിയതുപോലെ തന്നെ അർജന്റീന അപൂർവമായിട്ടുള്ള ഒരു ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ഈ ലോകകപ്പിൽ അർജന്റീന പ്രകടമാക്കിയ ഏറ്റവും ആക്രമണാത്മക ഫുട്ബോളായിരുന്നു ഇന്നലെ ഇംഗ്ലണ്ടിനെതിരെ ഉണ്ടായത് എന്നുള്ളതിൽ മറ്റൊരു തർക്കവുമില്ല. അത്രമാത്രം രസകരമായിട്ടാണ് അർജന്റീന കളിച്ചത്. ഇനി ലൗതാരോ മാർട്ടിനസ് കൂടി കളത്തിലേക്ക് എത്തിയതോടുകൂടി കളി പൂർണ്ണമായിട്ടും മാറി എന്ന് വേണം പറയാൻ. എന്നാലും ആദ്യ പകുതിയിൽ, അതായത് ആദ്യ 11-ൽ ചില മാറ്റങ്ങൾ അർജന്റീന വരുത്തിയിരുന്നു. സിമോണിയെ കളത്തിലിറക്കിയാണ് അർജന്റീന ഡീപോളിന് പകരം സിമോണിയെ കൊണ്ടുവന്നാണ് അർജന്റീന മത്സരത്തിലേക്ക് എത്തിയത്. ആ നീക്കങ്ങളിൽ പക്ഷേ ആദ്യ പകുതിയിൽ ഫലമുണ്ടായില്ല എന്നുള്ളത് ശരി തന്നെ. അർജന്റീനയുടെ ശ്രമങ്ങൾ ഒന്നൊന്നായി തന്നെ ഇംഗ്ലണ്ട് തകർത്തു. മാത്രമല്ല അർജന്റീനയുടെ പ്രതിരോധം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഈ ലോകകപ്പ് മത്സരങ്ങളിൽ എപ്പോഴും അർജന്റീനയുടെ ലെഫ്റ്റ് റൈറ്റ് ബാക്കുകൾ, അതായത് വിങ്ങുകൾ പൊട്ടിപ്പോകുക എന്ന് എപ്പോഴും ആരാധകർ പരാതിപ്പെടാറുണ്ട്. പക്ഷേ ആ പരാതിക്ക് ഇന്നലെ അത്ര അടിസ്ഥാനം ഉണ്ടായില്ല. ലയണൽ സ്കലോണി എന്ന ആ തന്ത്രജ്ഞനായിട്ടുള്ള പരിശീലകനും മറുവശത്ത് തോമസ് ടുഹേൽ എന്ന മറ്റൊരു തന്ത്രജ്ഞൻ, ഈ രണ്ട് പരിശീലകരുടെ ആവേശകരമായിട്ടുള്ള ഫുട്ബോൾ വിരുന്നാണ് ആരാധകർക്ക് ഇന്നലെ അറ്റ്ലാന്റയിൽ ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും രസകരം. എന്താണെങ്കിലും ആന്റോണി ഗോർഡൻ 55-ാമത്തെ മിനിറ്റിൽ ഗോൾ സ്കോർ ചെയ്യുന്നു. പിന്നാലെ ആക്രമണങ്ങളുടെ ഒരു പെരുമഴയായിരുന്നു അർജന്റീനയുടെ ഭാഗത്ത്. തുടർച്ചയായി അർജന്റീന ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടേയിരുന്നു. ഇംഗ്ലണ്ട് ഗോൾ പോസ്റ്റിന് മുന്നിൽ ഇംഗ്ലണ്ട് ഡിഫൻഡർമാർ പലപ്പോഴും ഈ ലോകകപ്പിൽ ഇംഗ്ലണ്ടിന്റെ ഡിഫൻസ് എപ്പോഴും ചോദ്യചിഹ്നമായിരുന്നു. ആ ഡിഫൻസീവ് നിരയെ, ഒപ്പം ജൊനാഥൻ പിക്ഫോർഡ് എന്ന അവരുടെ ഗോൾ കീപ്പറെ, രണ്ട് സംഘത്തെയും തുടർച്ചയായി പരീക്ഷിച്ചുകൊണ്ട് അർജന്റീന ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടേയിരുന്നു. ആ അർജന്റീന ടീമിനെ ഏറ്റവും ഒടുവിൽ 85-ാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസ് ആണ് ഗോൾ സ്കോർ ചെയ്ത് മുന്നിലെത്തിക്കുന്നത്. എൻസോ ഫെർണാണ്ടസിന്റെ ആ ഗോള് വഴി തുറന്നത് ലയണൽ മെസ്സിയാണ്. അടുത്ത ഗോളിനും വഴി തുറക്കുന്നത് ലയണൽ മെസ്സിയാണ്. ലൗതാരോ മാർട്ടിനസ് ഇഞ്ചുറി ടൈമിന്റെ 2-ാമത്തെ മിനിറ്റിൽ 2-1 ലീഡ് നൽകുന്നു. ഒരുപക്ഷെ ഇത് എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു എന്ന് സംശയം ഉയർന്ന സമയത്താണ് ലൗതാരോ വീണ്ടും ഒരു ഗോൾ സ്കോറിംഗ് മെഷീനായി മാറുന്നത്. ലൗതാരോയുടെ മനോഹരമായിട്ടുള്ള ഗോളിലൂടെ അർജന്റീന ജയം ഉറപ്പാക്കുന്നതും. ഇംഗ്ലണ്ടിന്റെ ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗ്ഹാം, നമുക്കറിയാം ഈ മത്സരത്തിൽ ഡബിൾ എഞ്ചിനുമായി, അല്ലെങ്കിൽ ഒരു ഡബിൾ ബാരൽ ഇംഗ്ലണ്ട് ടീമാണ് അർജന്റീന നേരിടേണ്ടത് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ലയണൽ മെസ്സിയെ എങ്ങനെ നിശബ്ദനാക്കാൻ ആദ്യ പകുതിയിൽ ഇംഗ്ലണ്ട് ശ്രമിച്ചു, അതുപോലെ തന്നെ ജൂഡ് ബെല്ലിംഗ്ഹാമിനെയും ഹാരി കെയ്നെയും പൂട്ടിക്കളഞ്ഞു അർജന്റീന ഡിഫൻസ്. അർജന്റീനയുടെ മധ്യനിര അക്ഷരാർത്ഥത്തിൽ അതിൽ വിജയിച്ചു. ലയണൽ മെസ്സിയെ പക്ഷേ പിടിച്ചു കെട്ടുക അസാധ്യമാണ് എന്നുള്ളത് ഒരുപക്ഷെ മത്സരം കണ്ടവർക്കറിയാം. കാരണം ആ 2 ഗോളുകൾ തന്നെ അതിനുള്ള ഉത്തരമാണ്. ലയണൽ മെസ്സി ഗോൾ അടിക്കുക എന്നതിനപ്പുറത്തേക്ക് വിങ്ങുകളിലേക്ക് മാറിക്കളിച്ച് വിങ്ങുകളിലേക്ക് മാറി നിന്ന് തുടർച്ചയായി പന്ത് ബോക്സിനുള്ളിലേക്ക് നൽകുന്ന ഒരു അസിസ്റ്റിംഗ് മെഷീനായി മാറുന്ന സാഹചര്യമായിരുന്നു. ഗോൾ നേടുക ആയിരുന്നില്ല ലയണൽ മെസ്സിയുടെ ഇന്നലത്തെ ദൗത്യം. അത് മൊത്തത്തിൽ ഗോൾ സ്കോർ ചെയ്യിപ്പിക്കുക, ഗോൾ അടിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ രസകരമായി തന്നെ ലയണൽ മെസ്സി ആ ദൗത്യം അത് നിർവഹിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ലയണൽ സ്കലോണി എന്ത് ഏൽപ്പിക്കുന്നുവോ ആ ഏൽപ്പിക്കുന്ന ദൗത്യത്തെ മനോഹരമായി നിർവഹിച്ചു. ആ കളത്തിൽ ലയണൽ മെസ്സി എന്ന ഇതിഹാസവും മറ്റ് സഹതാരങ്ങളും. എന്താണെങ്കിലും അർജന്റീനയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് ഈ നീല ജേഴ്സി അണിഞ്ഞ അർജന്റീനയ്ക്കെതിരെ ജയം സ്വന്തമാക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 2005 ശേഷം ആദ്യമായിട്ടാണ് അർജന്റീനയും ഇംഗ്ലണ്ടും രാജ്യാന്തര വേദിയിൽ പന്ത് തട്ടുന്നത്. 86 ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ, 97 പ്രീ ക്വാർട്ടർ, ഈ മത്സരങ്ങളിലൊക്കെ അർജന്റീന നേടിയ സുപ്രീമസി ആ നീല ജേഴ്സിയിലാണെന്നുള്ള വിശ്വാസമായിരിക്കാം അർജന്റീനയെ ഇന്നലെ ആ കളത്തിൽ കടുനീല നിറത്തിൽ എത്തിച്ചത് എന്നുള്ള സംശയങ്ങളും വിലയിരുത്തലും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാണെങ്കിലും അക്കാര്യത്തിൽ അർജന്റീന മാനസികാധിപത്യം നേടി എന്ന് വേണം കരുതാൻ. കാരണം അർജന്റീനയുടെ കടും നീല ജേഴ്സി ഇംഗ്ലണ്ടിനെതിരെ വീണ്ടും ഭാഗ്യമാവുകയാണ്. അന്ന് ഡിയഗോ മറഡോണയാണ് മാന്ത്രിക സ്പർശവുമായി നൂറ്റാണ്ടിലെ ഗോളുകൾ നേടിയതെങ്കിൽ ഇക്കുറി അത് ലയണൽ മെസ്സിയുടെ മനോഹരമായിട്ടുള്ള കാൽപന്ത് ആരവം കൊണ്ടാണ് അർജന്റീന ഇംഗ്ലണ്ടിനെ മറികടന്ന ലോകകപ്പിന്റെ ഫൈനലിലേക്ക്, തുടർച്ചയായി 2ാം ലോക ഫൈനലിലേക്ക് എത്തുന്നതായിരിക്കും. അതെ, ഒരു ഒറ്റ കാര്യം. കാരണം കഴിഞ്ഞ മത്സരം നമ്മൾ
കളി കാണുമ്പോഴേക്കും നമുക്കും തോന്നുന്നില്ല. കാരണം സ്കലോണി നടത്തിയ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഡിപ്പോളിനെ കൊണ്ടുവരുന്നു, ഓട്ടോമെൻഡിയെ കൊണ്ടുവരുന്നു, മോണ്ടിയലിനെ കൊണ്ടുവരുന്നു, അവസാനം മാർട്ടിനസിനെ കൊണ്ടുവരുന്നു. ഞാൻ പറയുന്നത് ഈ ചേഞ്ചസ്, ഈ നിർണായകമായ ചേഞ്ചസ് എല്ലാം വരുത്തിയത് ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ്. അപ്പോഴും അർജന്റീനയെ ത്രൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയത് തിരിച്ചടിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇംഗ്ലണ്ട് ആ ഗോൾ അടിച്ചതിന് ശേഷം പൂർണ്ണമായും ഡിഫൻസിലേക്ക് പോയത് നമ്മൾ കണ്ടു. അത് പൂർണ്ണമായും അടിതെറ്റി പോകുന്നതാണ് നമ്മൾ കാണുന്നത്. തുടർച്ചയായ ആക്രമണങ്ങൾ, അതായത് ഫസ്റ്റ് ഹാഫിൽ മെസ്സിയെ സൈലൻ്റ് ആക്കി നിർത്താൻ ഇംഗ്ലണ്ടിന് സാധിച്ചു എങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഹാരി കെയ്നൊന്നും ഫ്രെയിമിലേ ഇല്ലാത്തൊരവസ്ഥ. അറ്റാക്കിംഗ് തേർഡിലേക്ക്, അതായത് ഇംഗ്ലണ്ട് അറ്റാക്കിംഗ് തേർഡിലേക്ക് പന്തേ പോകുന്നില്ല. ഞാൻ പറയുന്നത് ഈ നിർണായകമായ ചേഞ്ചസ് എത്രമാത്രം ഈ മത്സരത്തിന് ഗുണകരമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് അർജന്റീനയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ. കാരണം ഡിപ്പോളൊക്കെ വന്നതിന് ശേഷം പിന്നീട് മിഡ് അങ്ങ് ഡിപ്പോളുടെ കയ്യിലേക്ക് പോവാണ്. സെക്കൻഡ് ഗോള് മെസ്സിയുടെ ആ ഒരു മിന്നും ക്രോസ് മാർട്ടിനസിന് ആകെ ചെയ്യേണ്ടത് ആ തല കൊണ്ട് വെക്കുക എന്നുള്ളത് മാത്രമാണ്. അളന്നു കുറിച്ച ക്രോസ് പോലെയാണ് തോന്നിയത്. ഈ പിന്നിൽ നിന്നതിന് ശേഷം തിരിച്ചു വരുന്ന അർജന്റീനയെ എത്രമാത്രം പേടിക്കണം. കാരണം തുടർച്ചയായി നമ്മൾ ഈ മത്സരങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പിന്നിൽ നിന്നും കയറി വരുന്ന അർജന്റീന ഈ ലോകകപ്പിൽ ഒരു ശീലമാണ് അർജന്റീന ആരാധകർക്കെങ്കിലും. കാരണം ലോകകപ്പിൽ ഏത് മത്സരം എടുത്താലും, അത് ഗ്രൂപ്പ് ഘട്ട നോക്കൌട്ടിലെ എല്ലാ മത്സരങ്ങളും അതുപോലെ തന്നെയായിരുന്നു. അർജന്റീന എല്ലാ മത്സരങ്ങളും നിശ്ചിത സമയത്ത് നിന്നും കടന്ന് എക്സ്ട്രാ ടൈമിലേക്ക് പോയി പിന്നിൽ നിന്ന് ശേഷമാണ് അർജന്റീന അതിഗംഭീരമായി തിരിച്ചു വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അർജന്റീനയുടെ ഈ ഒരു തന്ത്രം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. ലയണൽ സ്കലോണിയുടെ തന്ത്രങ്ങൾ, അതാണ് അതിലെ പോയിന്റ് ഹരി സൂചിപ്പിച്ചതിൽ. ആ ലയണൽ സ്കലോണി എന്ന മനുഷ്യൻ്റെ ആലോചന പലപ്പോഴും നമ്മൾ അമ്പരപ്പിക്കും. എന്തുകൊണ്ടാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് ആലോചിക്കുമ്പോഴായിരിക്കും അദ്ദേഹത്തിൻ്റെ മറ്റൊരു ആലോചന അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മത്സരഫലം കഴിഞ്ഞ ശേഷം, അല്ലെങ്കിൽ മത്സരഫലം അറിഞ്ഞ ശേഷം മാത്രമായിരിക്കും സാധാരണ ആരാധകർക്ക്, ഫുട്ബോൾ നിരീക്ഷകർക്ക് പോലും ബോധ്യപ്പെടുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. റോഡ്രിഗോ ഡി പോൾ ഇന്നലെ അത്ര മിന്ന ഫോമിലായിരുന്നില്ല. പക്ഷേ സിമോണി ആദ്യ പകുതിയിൽ കുറച്ചൊക്കെ ഈ ഫൗളിനൊക്കെ കമ്മിറ്റ് ചെയ്തുവെങ്കിൽ പോലും ഒരു ഉണർവ് വന്നപ്പോൾ സിമിയോണിയെ വലിച്ച് നേരെ റോഡ്രിഗോ ഡി പോൾ കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ കണ്ട റോഡ്രിഗോ ഡി പോൾ ആയിരുന്നില്ല ഇന്ന് കളത്തിൽ. അത്രമാത്രം ഗംഭീരമായി റോഡ്രിഗോ ഡി പോൾ കളിക്കുകയും ചെയ്തു. ഇനി ആദ്യ സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്തുന്നത് അർജന്റീനയുടെ ഒരു മിഡ്ഫീൽഡിലെ പ്രധാനിയായിട്ടുള്ള പരദേശിനെയാണ്. ലിയാൻഡ്രോ പരഡേസിനെ പിൻവലിച്ച ശേഷം അവിടെ കൊണ്ടുവരുന്നതിൽ നിക്കോളാസ് ഗോൺസാലസിനെയാണ്. പിന്നീട് ഒട്ടമൻഡിയെ കൊണ്ടുവരികയാണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒട്ടമൻഡിയെ. ലിസാൻഡ്രോ മാർട്ടിനസ് എന്ന അവരുടെ സെൻറ്റർ ബാക്കിലെ പ്രധാനിയായിട്ടുള്ള ലിസാൻഡ്രോ മാർട്ടിനസിനെ. ഇതൊക്കെ ആക്രമണത്തിന് കൂടുതൽ വൈവിധ്യം നൽകി എന്നുള്ളതാണ്. അതായത് ഒരു ഗോളിന് പിന്നിൽ നിൽക്കുന്ന അർജന്റീനയ്ക്ക് ഗോൾ അടിപ്പിക്കാനുള്ള എല്ലാ മരുന്നും ഇങ്ങനെ നിറച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഈ ലയണൽ സ്കലോണി എന്ന പരിശീലകൻ. റോഡ്രിഗോ ഡി പോൾ എത്തുന്നു, ഗോൺസാലോ മൊണ്ടിയലെത്തുകയാണ് മൊളീനയ്ക്ക് പകരമായിട്ട്. അങ്ങനെ അർജന്റീനയുടെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു. നമ്മൾ ലയണൽ മെസ്സിയെ പറയുമ്പോൾ പോലും അവിടെ എനിക്ക് തോന്നുന്നു അറിയാതെയെങ്കിൽ പോലും അത് അദ്ദേഹം ആഗ്രഹിക്കുന്നുമില്ല. ലയണൽ സ്കലോണിയാണ് ഇതിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ. അദ്ദേഹം തന്നെ ആവണം ഒരു പരിശീലകൻ എന്ന നിലയിൽ. പക്ഷേ എങ്കിൽ പോലും കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ മാന്ത്രികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടിയിരിക്കുന്നു. ഒരു ഇതിഹാസ പരിശീലകൻ എന്ന മട്ടിലേക്ക് ലയണൽ സ്കലോണി മാറുന്നുമുണ്ട്. അദ്ദേഹം നടത്തുന്ന നീക്കങ്ങൾ അത് നിർണായകമാണ്, അമ്പരപ്പിക്കുന്നതാണ്. പലപ്പോഴും ചോദ്യങ്ങൾ ഉന്നയിക്കും, പക്ഷേ ആ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർ തന്നെ അതിൻ്റെ വിശദീകരണം നൽകുകയും ചെയ്യും മത്സരശേഷം സ്കോർ കാർഡ് കാണുമ്പോൾ. ഈ അർജന്റീന ആരാധകരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ മത്സരങ്ങളൊക്കെ അനുഭവിച്ച ഒരു പിരിമുറുക്കം കൊണ്ടാകണം ഇന്നലെ പിരിമുറുക്കം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഇംഗ്ലണ്ടാണ് കരുത്തരാണെങ്കിൽ പോലും, പിന്നിലാണെങ്കിൽ പോലും അർജന്റീന ആരാധകർ കോൺഫിഡൻ്റ് ആയിരുന്നു. അർജന്റീന ആരാധകർ പ്രതീക്ഷയിലായിരുന്നു. കാരണം ഈ ടീമിന് ജയിച്ചു കയറാൻ കഴിയുമെന്നുള്ള ഉറപ്പ്, പ്രതീക്ഷ ആ ടീമിനുണ്ടായിരുന്നു. അത് നിർവഹിക്കുകയും കരുത്ത് കാട്ടുകയും ചെയ്തു. അർജന്റീന അങ്ങനെ സ്പെയിനെ നേരിടാൻ ഫൈനലിലേക്ക് പ്രയാണം ചെയ്തു ഹരി. യെസ്, അതാണ്. എന്തായാലും ഫൈനലിലേക്ക് പോകുമ്പോഴേക്കും സ്പെയിനും അർജന്റീനയുമാണ് കരുത്തരായ രണ്ട് ടീമുകൾ തമ്മിൽ തന്നെ ഫൈനൽ കളിക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. ആ രീതിയിൽ മത്സരം മാറി. എന്തായാലും സ്പെയിൻ അർജന്റീന ഫൈനലിന് വേണ്ടി കാത്തിരിക്കാം. ഇംഗ്ലണ്ട് പുറത്താകുന്നു, അർജന്റീന 2-1 ജയിച്ച് മുന്നേറുന്നു. എൽദുവാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക് പോകുന്നു. തുടർച്ചയായ 5-ാം ദിവസവും ഇറാനിലേക്ക് US ആക്രമണം. നിരവധി നഗരങ്ങളിൽ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 35 പേർ മരിച്ചു, 300-ലധികം പേർക്ക് പരിക്കേറ്റു. ഹോർമുസ് കടലിടുക്കിലെ US ഉപരോധം മറികടക്കാൻ ശ്രമിച്ച ഇറാനിയൻ എണ്ണ ടാങ്കർ US സെൻട്രൽ കമാൻഡ് തകർത്തു. ബഹ്റൈനിലേക്കും കുവൈത്തിലേക്കും പ്രത്യാക്രമണം ഇറാൻ നടത്തി. ചർച്ചയിലേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ കനത്ത ആക്രമണം നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. Iran, the Islamic Republic of Iran, is not happy right now. Should have been done 47 years ago. Should have been done at least during the 47-year period. And it wasn't. Other presidents didn't do what was right. They should have done it a long time ago. It would have been much easier. And they want to settle so badly. They don't like what we're doing.
and they do want to settle. We'll find out whether or not we settle with them or we just finish it off. But I want to thank Secretary of War Pete Hegseth. He's been amazing. Pete, thank you very much. Great job. അജയുടെ വിശദാംശങ്ങളുമായി അജയ്, ഇത് കൂടുതൽ വീണ്ടും നമ്മൾ ഈ യുദ്ധത്തിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴേക്കും ഇത് വീണ്ടും ആക്രമണങ്ങൾ തുടരുന്നൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. 35 പേർ മരണപ്പെട്ടതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഈ ഹോർമുസ് കടലിടുക്കിന്റെ ആധിപത്യം നേടിയെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഈ യുദ്ധത്തിന്റെ ആദ്യത്തെ ആവശ്യമെന്ന് പോലും തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു ട്രംപിന്റെ നീക്കം. പിന്നാലെ കഴിഞ്ഞ ദിവസം GCC രാജ്യങ്ങൾ ഉൾപ്പെടെ അത് ഇടപെട്ടുകൊണ്ട് ആ ആവശ്യം തള്ളിക്കളയുകയും ചെയ്തു. പക്ഷേ ട്രംപിന്റെ ഡിമാൻഡുകൾ, ട്രംപിന്റെ ആവശ്യങ്ങൾ വീണ്ടും കൂടുതൽ ശക്തമാവുന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ മാറുന്നത്? ചർച്ചകൾ എങ്ങനെയായിരിക്കും ഇനി ഉണ്ടാകുക? ചർച്ചയുടെ കാര്യം ആകെ ഒന്ന് വഴിമുട്ടി നിൽക്കുകയാണ്. കാര്യം ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് തങ്ങളല്ല ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്ന ധാരണാപത്രത്തിന്റെ ലംഘനം നടത്തിയത്, ഞങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ അതിനെ ബഹുമാനിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അമേരിക്കയാണ് ധാരണാപത്രത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത്, അതുകൊണ്ട് അവരാണ് മറുപടി പറയേണ്ടത് എന്നുള്ള രീതിയിൽ തീർത്തും ഈ ചർച്ചയോട് സഹകരിക്കാത്ത മനോഭാവം തന്നെയാണ് ഇറാൻ നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ അമേരിക്ക ഇപ്പോഴും പറയുന്നത് ഇറാൻ ചർച്ചകളിലേക്ക് മടങ്ങി വരണം എന്ന് തന്നെയാണ്. പക്ഷേ അമേരിക്ക മേഖലയിൽ തങ്ങളുടെ ആക്രമണം ഒരിക്കലും അവസാനിപ്പിക്കാനും കൂട്ടാക്കിയിട്ടില്ല. ഇറാന്റെ തെക്കൻ മേഖലകൾ കേന്ദ്രീകരിച്ച് ശക്തമായിട്ടുള്ള ആക്രമണമാണ് തുടർച്ചയായിട്ടുള്ള 5ാം ദിവസവും US നടത്തിയിരിക്കുന്നത്. പിന്നെ ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം ആണവ വിഷയങ്ങളിലുള്ള ഒരു സമവായമായിരുന്നു ഈ യുദ്ധത്തിന്റെ പ്രധാന ഉദ്ദേശമെങ്കിൽ ഇപ്പോൾ അത് ഹോർമുസ് കടലിടുക്കിന്റെ അധികാരം സംബന്ധിച്ചുള്ള ഒരു വടംവലിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ US ഉപരോധം ഹോർമുസ് കടലിടുക്കിൽ നിലവിൽ വന്നിട്ടുണ്ട്. ആ ഉപരോധം വീണ്ടും വന്നതിന് ശേഷം ആദ്യത്തെ ഇറാനിയൻ കപ്പലിന് നേരെ US ആക്രമണം നടന്നിട്ടുണ്ട്. ഒരു ആളൊഴിഞ്ഞ ഇറാനിയൻ ടാങ്കറിനെയാണ് US ആക്രമിച്ചതെന്നാണ് വിവരം. ഈ ടാങ്കർ പൂർണ്ണമായിട്ട് തകർത്തു എന്നാണ് USന്റെ സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിന്റെ ഭാഗത്തുനിന്ന്, ഇറാന്റെ ഭാഗത്തുനിന്ന് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളൊന്നും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. വിവിധ ഇറാനിയൻ നഗരങ്ങളിൽ ഇതുവരെ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഖേഷം ദ്വീപ്, അതുപോലെ തന്നെ ബന്ദർ അബ്ബാസ്, പിന്നെ ഛബഗർ, ഖൊറാമാബാദ് എന്നീ നഗരങ്ങളിലാണ് ഇതുവരെ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിലും നിരന്തരമായിട്ട് സൈറനുകൾ മുഴങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായി. അവിടെയും കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇറാനിയൻ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇതുവരെ 35 പേരാണ് കൊല്ലപ്പെട്ടത് ആക്രമണങ്ങളിൽ. 300-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ടും വിവരമുണ്ട്. ഇറാൻ ഇപ്പോൾ നിലവിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പ്രത്യാക്രമണവും ഇപ്പോൾ ഈ ആദ്യ മണിക്കൂറുകൾ നടത്തിയിട്ടുണ്ട്. ബഹ്റൈനിലേക്കും കുവൈറ്റിലേക്കുമാണ് അവർ മിസൈൽ ആക്രമണം നടത്തിയത്. എന്നാൽ ഈ ആക്രമണങ്ങളെ കൃത്യമായി പ്രതിരോധിച്ചതായിട്ടാണ് അതത് രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ വ്യക്തമാക്കിയിട്ടുള്ളത്. അമേരിക്കയുടെ ഒരു MQ-9 ഡ്രോൺ തകർത്തതായിട്ടും IRGC നിലവിൽ അറിയിച്ചിട്ടുണ്ട്. ട്രംപ് ഇപ്പോൾ ഈയൊരു ആക്രമണങ്ങളെ തുടർന്ന് ക്രൂഡ് ഓയിൽ വിലയിലും ചെറിയൊരു വർധനവുണ്ട്. ക്രൂഡ് ഓയിൽ വില നിലവിൽ ക്രൂഡ് ഓയിലിന്റെ വില 85.28 ആയിട്ടുണ്ട്. എന്നാൽ ട്രംപ് പറയുന്നത് ഈ ക്രൂഡ് ഓയിലിന്റെ വില ഉയർന്നത് അത് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. മുൻപ് പലരും പറഞ്ഞത് ക്രൂഡ് ഓയിൽ വില $300 പെർ ബാരൽ കടക്കുമെന്നാണ്. എന്നാൽ അതെല്ലാം തെറ്റായിരുന്നു. ഇനി ഉടൻ തന്നെ വരും ദിവസങ്ങളിൽ ഇറാൻ ചർച്ചകളിലേക്ക് കടന്നു വന്നാൽ ഉടൻ തന്നെ ഈ ക്രൂഡ് ഓയിലിന്റെ വില $68 തിരിച്ചെത്തും എന്നതാണ് ട്രംപിന്റെ ഒരു പുതിയ പ്രഖ്യാപനം. അല്ല അജയ്, അതോടൊപ്പം തന്നെയാണ് ഒരു 2ാം ഘട്ട രീതിയിലായിട്ട് വേണമെങ്കിൽ പറയാമോ? തുടർച്ചയായ 5ാം ദിവസം ആകുമ്പോഴേക്കും ഇറാൻ ഒരു എന്താ പറയുക, ഒരു ധാരണയിലേക്ക് എത്തണം എന്ന് ആവശ്യപ്പെടുമ്പോൾ പോലും അങ്ങനെ ഒരു ചർച്ചയ്ക്കോ ധാരണയിലേക്കോ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ആക്രമണം, അതിൻ്റെ ശക്തി കൂടുതൽ പോകാനല്ലേ സാധ്യതയുള്ളൂ എന്നുള്ളൊരു ചോദ്യവും കൂടെ നിൽക്കുന്നുണ്ട്. കാരണം ആ രീതിയിലേക്കാണോ കാര്യങ്ങളുടെ പോക്ക്, അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് ഇങ്ങനെയെങ്കിലും ഒരു വഴി തുറക്കാനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ടോ? ഇല്ല എന്ന രീതിയിൽ തന്നെ അനുമാനിക്കേണ്ടി വരൂ. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് സമവായത്തിനുള്ള സാധ്യതകളൊന്നും തന്നെ കാണുന്നില്ല. കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനും ഖത്തറും കൂടി മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഇറാനെ ചർച്ചകളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതെല്ലാം വിഫലമായി പോവുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് ഇറാന്റെ മുൻ പരമോന്നത നേതാവിൻ്റെ സംസ്കാര ചടങ്ങിനിടെ US ആക്രമണം നടത്തിയതും യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഇറാന്റെ തെക്കൻ മേഖലകളിൽ കനത്ത നാശനഷ്ടം വിതച്ചതിലും ഇറാൻ വളരെയധികം പ്രകോപിതരാണ്. ഇറാന്റെ
വിദേശകാര്യ വക്താക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും അത്തരത്തിലായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് US ആണ് ധാരണാപത്രത്തിൻ്റെ ലംഘനം നടത്തിയത്. അവർ ഒരിക്കലും ധാരണാപത്രത്തെ ബഹുമാനിച്ചിട്ടില്ല. തങ്ങൾ എപ്പോഴും അതിനെ ബഹുമാനിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിരുന്നത് എന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഈ ഹോർമുസ് കടലിടുക്കിൽ ഇരു രാജ്യങ്ങളും ഒരു അധികാര തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മറ്റ് രാജ്യങ്ങളെയും കനത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ UAEയുടെ 2 കപ്പലുകളെ കഴിഞ്ഞ ദിവസം 2 ദിവസത്തിനു മുമ്പ് ഇറാൻ തകർത്തിരുന്നു. അതിൽ ഇന്ത്യക്കാരനടക്കം കൊല്ലപ്പെട്ട ഒരവസ്ഥയുണ്ടായി. ഇപ്പോൾ US-ഉം തിരിച്ച് ആക്രമണം തുടങ്ങിയിട്ടുണ്ട് എണ്ണ ടാങ്കറുകൾക്ക് നേരെ. ഇപ്പോൾ ഒരു ആളൊഴിഞ്ഞ ഇറാനിയൻ ടാങ്കറിന് നേരെ US ആക്രമണം നടത്തി. മുൻപ് സമാനമായിട്ടുള്ള രീതിയിൽ ഇറാനിയൻ തീരത്തേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു കപ്പലിനെ US ആക്രമിച്ചപ്പോൾ അതിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെടുന്ന ഒരു ദാരുണമായിട്ടുള്ള സംഭവമടക്കം ഉണ്ടായിട്ടുണ്ട്. ഇത് കനത്ത ഒരു വില വർധനവിലേക്കും കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിച്ചിട്ടുണ്ട്. ഇനി ഇത്തരത്തിൽ ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടുള്ള പോക്കെങ്കിൽ മുൻപത്തെ രീതിയിൽ ഒരു $100 ക്രൂഡ് ഓയിലിൻ്റെ വില ഉയരാനുള്ള സാധ്യതയുള്ളതായിട്ടാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. കൂടുതൽ സങ്കീർണമായ സാഹചര്യത്തിലേക്ക് നീങ്ങുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും തുടർച്ചയായ 5-ാം ദിവസവും ശക്തമായ ആക്രമണമാണ് സംഭവിച്ചിരിക്കുന്നത്. എത്രയും വേഗം തന്നെ ഒരു സമാധാന കരാറിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയല്ല അങ്ങനെ ഒരു സാധ്യത എന്തായാലും നിലവിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അജയാണ് വിശദാംശങ്ങൾ നൽകിയത്. എറണാകുളം പാരിയത്തുകാവ് ഉന്നതിയിലെ 7 കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം ഇന്ന്. 5 പതിറ്റാണ്ടായി പരിഹാരമില്ലാതിരുന്ന ഭൂമി തർക്കത്തിനും കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിട്ടിരുന്ന 7 കുടുംബങ്ങളുടെ ദുരിതത്തിനും ഇതോടെ അവസാനമാവുകയാണ്. ഡാനി ഉണ്ട് വിശദാംശങ്ങളുമായി. ഡാനി, പോലീസ് 15-16 തവണയൊക്കെ ഏകദേശം വന്ന് കുടിയൊഴിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച സ്ഥലമാണ്. പക്ഷേ പിന്നീട് ഇപ്പോൾ ഒരു ആശ്വാസം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ശിലാസ്ഥാപനം ഇന്നാണെന്ന് മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ ഹരി, UDF സർക്കാർ ചുമതലയേറ്റ ആദ്യ ദിവസങ്ങളിൽ വന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇതായിരുന്നു. പാരിയത്തുകാവിലെ ഉന്നതിയിൽ അവിടുന്ന് കുടിയൊഴിപ്പിക്കാനുള്ള തീരുമാനമായ ഒരു ഭാഗത്ത് കോടതി നിർദ്ദേശപ്രകാരം പോലീസ് മുന്നോട്ട് പോകുന്നു. ഏറ്റവും ആദ്യ ദിവസം UDF സർക്കാർ കടന്നു വന്ന ഏറ്റവും ആദ്യ ദിവസങ്ങളിൽ തന്നെ പോലീസ് നടപടിയടക്കം അവിടെ ഉണ്ടാകും. കനത്ത പ്രതിഷേധത്തിലേക്കടക്കം കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഇതെങ്ങനെ പരിഹരിക്കും? കാരണം സുപ്രീം കോടതിയുടെ ഉത്തരവ് പോലും ഇതുവരെ ഇവർക്കെതിരായിട്ട് ഉണ്ട്. ആ നിലയിൽ എങ്ങനെയാണ് ഇത് പരിഹരിക്കപ്പെടുക, അതും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്നതായിരുന്നു. അതിൽ ആദ്യം നിയമപരമായ ഒരു ഇടക്കാല ആശ്വാസം നേടുകയും പിന്നീട് ഈ വസ്തു ഉടമയുമായി വിളിച്ചിരുത്തി അവരുമായിട്ട് മന്ത്രിതല ചർച്ച തന്നെ നടത്തുകയും ചെയ്തു. ഇതിനായി സർക്കാർ മന്ത്രി റോജി എം ജോണിനെ തന്നെ നേരിട്ട് ചുമതലപ്പെടുത്തുന്നു. റോജി എം ജോണിൻ്റെ അധ്യക്ഷതയിൽ 3 വട്ടം നീണ്ട ചർച്ചകൾ നടന്നു. ഇതിനൊടുവിലാണ് ഇതൊരു ഒത്തുതീർപ്പ് ഫോർമുലയാവുന്നത്. അത് കോടതിയിൽ സമർപ്പിക്കുന്നു. കോടതിക്ക് പുറത്ത് തങ്ങളിത് ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിലേക്ക് വന്നു എന്ന് കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഇത് 1 വർഷത്തിനുള്ളിൽ ഈ ഒരു പ്രൊജക്റ്റ് ഇവരുടെ ഒരു പുനരധിവാസം പ്രാവർത്തികമാക്കുമെന്ന സർക്കാർ ഉറപ്പും നൽകി. അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയതും അതിനൊരു പരിഹാരമാകുന്നു. അതിൽ വീടുകളുടെ 7ഓളം പേരെ അവിടെ നിന്ന് 7 വീട്ടുകാരെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കേണ്ടതുണ്ട്. അതായത് മാറ്റി അവർക്ക് താമസ സൗകര്യം നൽകേണ്ടതുണ്ട്. അതിന് ഉന്നതിയിൽ തന്നെ അവിടെ 5 സെൻറ്റ് സ്ഥലം കണ്ടെത്താനായിട്ട് സാധിച്ചു. അത് സ്ഥല ഉടമയുമായി ചർച്ച ചെയ്താണ് ആ ഒരു വിട്ടുവീഴ്ച അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഇപ്പോൾ ആ 7 വീടുകൾക്ക് വേണ്ടിയുള്ള തറക്കല്ലിടൽ ചടങ്ങ് ഇന്ന് നടക്കുകയാണ്. 11 മണിക്ക് മന്ത്രി റോജി എം ജോൺ തന്നെയാണ് അത് നിർവഹിക്കുന്നത്. ഒപ്പം മറ്റ് ജനപ്രതിനിധികളടക്കം സജീന്ദ്രൻ MLA അടക്കം അതിൽ അധ്യക്ഷനാവുന്നു. അങ്ങനെ വലിയ രീതിയിൽ അവരുടെ തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടതിൻ്റെ വലിയ ആശ്വാസം അവിടെ ഉണ്ട്. ഏതായാലും ഇത് കഴിഞ്ഞ കുറേ നാളുകളായി നിലനിന്ന പ്രശ്നമാണ്. പോലീസ് നടപടി അടക്കം അവിടെ ഉണ്ടാകുന്നു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകൾ അവിടെ താമസിക്കുന്ന ആളുകളാണ്. അവർക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയിലും എല്ലാം തന്നെ കാര്യങ്ങളിൽ എത്തിയിരുന്ന ഒരു സമയത്തായിരുന്നു ആ സർക്കാരിൻ്റെ സംയോജിതമായൊരു ഇടപെടൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ ആ തർക്കം പരിഹരിക്കപ്പെടുന്നത്. ഏതായാലും 1 വർഷത്തിനുള്ളിൽ 7 വീടുകളും അത് പണിത് പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് സർക്കാർ അറിയിക്കുന്നത്. സർക്കാർ അതിന് തുക സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആ ഒരു വിഷയത്തിന് വലിയ ഒരു പരിഹാരമാവുകയാണ്, വലിയ ആശ്വാസമാവുകയാണ് അവിടെയുള്ളവർക്ക്. ഇന്ന് 11 മണിക്കാണ് തറക്കല്ലിടൽ ചടങ്ങുകളടക്കം നടക്കുന്നത്. 1 വർഷത്തിനുള്ളിൽ ഈ പ്രൊജക്റ്റ് പൂർണ്ണമായും തീർത്തുകൊണ്ട് ഇവരെ അവിടെ നിന്ന്
ആ വീടുകളിലേക്ക് മാറ്റുകയും തുടർന്ന് മറ്റു സ്ഥലങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തി സ്ഥലം ഉടമയ്ക്ക് പുറമ്പോക്ക് ഏതാണ് എന്നതെല്ലാം തന്നെ നിജപ്പെടുത്തിയ ശേഷം കോടതി ഉത്തരവ് പ്രകാരം ആ സ്ഥലം കൈമാറുകയും ചെയ്യും. പുതിയ വീടുകളുടെ ശിലാസ്ഥാപന ചടങ്ങ് ഇന്ന് രാവിലെ 11 മണിക്ക് നടക്കും. ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. വയനാട്ടിലെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പനമരം താളിപ്പാറയിലെ ചെറുമലയിൽ സ്വകാര്യ റിസോർട്ട് ഉടമ സ്വിമ്മിംഗ് പൂൾ നിർമ്മിക്കുന്നത് നാട്ടുകാരിൽ ഭീതി പടർത്തുന്നു. മലയടിവാരത്തെ 30ഓളം കുടുംബങ്ങളുടെ ജീവൻ വെച്ച് പന്താടുന്ന ഈ നിർമ്മാണത്തിന് പഞ്ചായത്ത് നൽകിയ അനുമതിയും തുടർന്നുള്ള ഭരണകൂടത്തിന്റെ കുറ്റകരമായ അനാസ്ഥയുമാണ് പ്രതിഷേധത്തിന് കാരണമാകുന്നത്. വൻ ദുരന്തം ക്ഷണിച്ചു വരുത്തുന്ന പഞ്ചായത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ ജനകീയ സമരത്തിന് തയ്യാറെടുക്കുകയാണ് പ്രദേശവാസികൾ. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു. വയനാട്ടിലെ പനമരം പഞ്ചായത്തിലെ താളിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ചെറുമല എന്ന് പറയുന്ന ഒരു മലയെക്കുറിച്ച്. ഈ മലയുടെ മുകളിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒരു റിസോർട്ടുണ്ട്. ആദ്യം സർവീസ് വില്ല എന്ന രീതിയിലായിരുന്നു ഈ റിസോർട്ട് തുടങ്ങിയിരുന്നത്. പിന്നീട് അത് വിപുലീകരിച്ച് ഇപ്പോൾ അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ പണിയുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ഇപ്പം മഴ മാറി നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷേ കർക്കിടക മാസത്തിലേക്ക് പോവുകയാണ്. ഇനി വലിയ മഴ വരാൻ പോവുകയാണ്. ഇവിടെയുള്ള അധികം ആളുകൾക്ക് ഇപ്പോൾ നമുക്കറിയാം, ഈ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക്, പല മലയുടെ താഴെ താമസിക്കുന്ന ആളുകൾക്കും ഭീതിയാണ്. അത്തരത്തിലൊരു മലയുടെ താഴെയാണ്, അല്ലെങ്കിൽ ചെറുമല എന്ന് പറയുന്നതിന് താഴെയാണ് ഏതാണ്ട് ഒരു 30ഓളം കുടുംബങ്ങൾ താമസിക്കുന്നത്. ഇവരെ ഈ ഒരു മഴ വരുന്ന സമയത്തൊക്കെ കഴിഞ്ഞ തവണ ആ മലയുടെ മുകളിൽ നിന്ന് വെള്ളം ഒലിച്ചൊക്കെ വന്നിട്ട് ഇവരെ മാറ്റി പാർപ്പിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് അവിടെ ആ റിസോർട്ടിന് ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ, ഒരു വലിയ സ്വിമ്മിംഗ് പൂളിൻ്റെ പണി നടക്കുകയാണ്. ഇതിനെതിരെ പനമരം പഞ്ചായത്തിൽ ഇവിടെയുള്ള സമീപവാസികൾ പരാതി കൊടുത്തെങ്കിലും പഞ്ചായത്ത് തിരിഞ്ഞു നോക്കുന്നില്ല. പനമരം പഞ്ചായത്തിൻ്റെ ഒരു അനാസ്ഥയാണ് ഇത് എന്ന് തന്നെ പറയാം. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഒരു അനുമതി കൊടുക്കുക എന്നുള്ളതിന് ഒരു മറുപടി പറയുന്നില്ല. ഈ വാർത്തയ്ക്ക് ശേഷം ഇതിൻ്റെ കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടി നമ്മൾ പനമരം പഞ്ചായത്തിൽ ചെല്ലുകയും സെക്രട്ടറിയുമായി സംസാരിക്കുകയും ചെയ്തു. പക്ഷേ സെക്രട്ടറി വളരെ ധാർഷ്ട്യത്തോടെയാണ് സംസാരിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വിവരാവകാശ പ്രകാരം എടുത്തോളൂ, ഞങ്ങൾക്ക് പറയാൻ താല്പര്യമില്ല, നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് നമ്മളെ ഇൻസൾട്ട് ചെയ്ത് വിടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് പഞ്ചായത്തിന്റെ ഒരു അനാസ്ഥയാണെന്നാണ്. എന്തായാലും ഇവിടെയുള്ള ഈ 30ഓളം കുടുംബങ്ങൾ ഒരു വലിയ സമരത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. കാരണം അവർക്ക് അവരുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം വേണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. എന്തായാലും നിരവധി ആളുകൾ ഇപ്പോൾ നമ്മോടൊപ്പം, നമുക്ക് അവരുമായിട്ട് നല്ല സംസാരിക്കാം. ചേട്ടാ, നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ് ഈ ഒരു മലയെക്കുറിച്ചും അതിന്റെ കാര്യങ്ങൾ. എന്താണ് അവിടുത്തെ ഒരു യഥാർത്ഥ അവസ്ഥ? 2024 തന്നെ ആ മഴയത്ത് തന്നെ നല്ലൊരു ഇടിച്ചിൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നേരം ഞങ്ങൾ പഞ്ചായത്തിൽ പരാതി നൽകിയപ്പോൾ അവർ വന്ന് നോക്കി. അപ്പോൾ പുള്ളി ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു നിർമ്മാണം അവിടെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം പഞ്ചായത്തിൽ നിന്ന് ഉദ്യോഗസ്ഥരെല്ലാം പറഞ്ഞ് അത് നിർത്തിവെക്കാൻ അന്ന് പുള്ളിനോട് പറഞ്ഞതാണ്. അത് പറഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും പുള്ളി അത് പഞ്ചായത്ത് അതിർത്തിയായിട്ട് എന്തോ ഒരു ഡീലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ അന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞെടുത്ത് ഇപ്പോൾ ഒരു വാട്ടർ ടാങ്കിൻ്റെ എന്തോ പെർമിഷനോട് കൂടിയിട്ടാണ് ഇപ്പോൾ സ്വിമ്മിംഗ് പൂൾ നിർമ്മിക്കുന്നത്. അപ്പോൾ സ്വിമ്മിംഗ് പൂൾ അത്യാവശ്യം വലിയൊരു സ്വിമ്മിംഗ് പൂൾ തന്നെയാണ്. വയനാട്ടിൽ തന്നെ ഏറ്റവും വലിയ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കണമെന്ന് പുള്ളിക്ക് ഒരാഗ്രഹം എല്ലാവരോടും പറയുന്നുമുണ്ട്. അപ്പം അത് ഈ ഭാഗത്തുള്ള എല്ലാവർക്കും ഒരു ഭയങ്കര ഭീഷണി തന്നെയാണ്. കാരണം അവിടെ ചില സ്ഥലങ്ങളിലൊക്കെ ഇടിയുന്ന സ്ഥലം കാണുന്നുണ്ട്. തീർച്ചയായും ഈ ഭാഗത്ത് പല സ്ഥലങ്ങളിലും മണ്ണിടിയുന്നുണ്ട്. ഇദ്ദേഹം പെർമിറ്റ് എടുത്തിരിക്കുന്നത് ഒരു വാട്ടർ ടാങ്ക് എന്ന് പറഞ്ഞിട്ടാണ്. വാട്ടർ ടാങ്കിന് ഒരു 50,000 ലിറ്റർ വരെ വരുന്ന വാട്ടർ ടാങ്കിന് ഏകദേശം ഒരു 4-5 ഫില്ലറിന്റെ ആവശ്യമുള്ളൂ. പക്ഷേ ഇപ്പോൾ അവിടെ നിർമ്മിക്കുന്നത് 10-16 ഫില്ലറുകൾ വെച്ചിട്ട് ഏതാണ്ട് ഒരു ബസ്സിന്റെ വലുപ്പമൊക്കെ ഉള്ള ഒരു വാട്ടർ ടാങ്കാണ്. പക്ഷേ അത് വാട്ടർ ടാങ്ക് അല്ല, സ്വിമ്മിംഗ് പൂളാണ്. ഇതിൽ പഞ്ചായത്തിന്റെ ഒരു അനാസ്ഥ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പഞ്ചായത്തിന് തീർച്ചയായും അനാസ്ഥയുണ്ട്. അവരുമായിട്ടുള്ള ഒത്തുകളിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പഞ്ചായത്തുമായിട്ടുള്ള എന്താണ് പഞ്ചായത്തിൽ നിങ്ങൾ കൊടുത്തപ്പോൾ? 2024 പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ ഇവിടെ കയറിയപ്പോൾ അന്ന് അവർ പറയുകയാണ് ഇവിടെ ഒരു പേപ്പറും ഇല്ല. അത് അന്ന് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അന്നൊരു പ്രശ്നം ഉണ്ടായി. നമ്മുടെ പുഴയ്ക്കക്കരയുള്ള ആൾക്കാരെയൊക്കെ മാറ്റി താമസിച്ചു. കാരണം ഇവിടെ മൊത്തം ഇത് വെള്ളം കയറി കിടക്കുകയാണ്. അങ്ങനെ അവരെ വീതിയിൽ അവിടെ ഒരാഴ്ചത്തേക്ക് മാറ്റി താമസിച്ചു, ഞങ്ങളെ മാറ്റി താമസിച്ചു. ഉദ്യോഗസ്ഥരെല്ലാത്തേക്കും ഒരു പേപ്പറും ഇല്ല. നിലവിലും ഇപ്പോൾ അത് തന്നെയാണ് സ്ഥിതി. ഒരു പേപ്പറും ഇല്ല. പക്ഷേ പഞ്ചായത്തുകാർ നമുക്കൊരു അനുകൂലമുള്ള തീരുമാനമല്ല, ഇവർ തമ്മിലുള്ള ഡീൽ തന്നെയാണ്. പഞ്ചായത്ത് സെക്രട്ടറിന്റെ അടുത്ത് ഞങ്ങൾ പോയിരുന്നു. അന്ന് വളരെ മാന്യമായ രീതിയിൽ ആ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പിന്നീട് ഞാൻ സെക്രട്ടറി 2-3 പ്രാവശ്യം ഫോൺ വിളിച്ചു. അവരിതുവരെ എന്നോട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പം ഞാൻ അറിഞ്ഞത് സ്ഥിതിക്ക് അവർ വാട്ടർ ടാങ്കിൻ്റെ 2024 വാട്ടർ ടാങ്കിന്റെ പേപ്പറിന്റെ ബലത്തിലാണ് അവർ ഇതുണ്ടാക്കുന്നത്, സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുന്നത്. തീർച്ചയായും ഒരു വാട്ടർ ടാങ്കിന്റെ പേരിലാണ് ഇപ്പോൾ വലിയൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുന്നത്. ഈ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് വലിയ ദോഷമാണ്, അങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്കത് തീർച്ചയായിട്ടും ദോഷമായിട്ട് തന്നെയാണ് തോന്നുന്നത്. മണ്ണിടിച്ചിലും സ്വിമ്മിംഗ് പൂൾ തന്നെ പൊട്ടി താഴേക്ക് വരുന്ന ഉണ്ടായാലും ഞങ്ങൾക്ക് ഭീഷണിയാണത്. നിങ്ങളിവിടെ എത്ര കുടുംബമുണ്ട് ചേച്ചി? 10-30 കുടുംബം നമ്മളിവിടെ ഉണ്ട്. പുഴേന്റെ അക്കരെ കുറെ വീടുകൾ അടുത്തടുത്താണുള്ളത്. ഒരുപാട് കുടുംബങ്ങളുണ്ട് അവിടെ. ഏതെങ്കിലും കുടുംബങ്ങൾ അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കുന്നവരുണ്ട്? കുടുംബങ്ങളാരും സപ്പോർട്ട് ഉണ്ടാവില്ല. ഓക്കെ, അത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ഒരു വാക്കിൽ നിന്നും കുറച്ച് ആളുകൾക്കാണ് പരാതി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും പരാതി. ചേച്ചി എന്താണ് പറയാനുള്ളത്? നമുക്ക് പിന്നെ പരാതിയുണ്ട്. ഞങ്ങൾ പഞ്ചായത്തുകാർക്ക് എതിര് തന്നെയാണ്. ഞങ്ങൾ ഇത് ഇനി ഞങ്ങൾ പിന്നെ സമരത്തിനായിട്ട് ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങും. അതാണ് ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത്. സമരത്തിലുള്ള തയ്യാറെടുപ്പിലാണ്. സമരത്തിൽ തന്നെ പോകണം വിചാരം. അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായും ഇത് വലിയ ഒരു പ്രശ്നം തന്നെയാണ്. കാരണം നമുക്കറിയാം കള്ളാടി പോലുള്ള സ്ഥലത്തൊക്കെ സംഭവിച്ചത് കാരണം മണ്ണ് ഇടിഞ്ഞ് വീണ് മരണപ്പെടുകയാണ്. ഈ ഒരു മല കണ്ടാൽ തന്നെ അറിയാം ഏത് സമയത്ത് മണ്ണിടിഞ്ഞ് വീഴുന്ന രീതിയിലുള്ള ഒരു മലയാണത്. അതിൻ്റെ താഴ്വാരത്ത് താമസിക്കുന്ന നിരവധി കുടുംബങ്ങൾ, ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് സമയം വൈകിയതുകൊണ്ട് കുറേ ആളുകളൊക്കെ അവരുടേതായ ജോലിക്ക് പോയതാണ്. എല്ലാ കുടുംബക്കാരും ഒരുമിച്ച് ഇവർ സമരത്തിനുള്ള ഒരു തയ്യാറെടുപ്പാണെന്ന് പറയുന്നില്ല ചേട്ടാ. സമരം ചെയ്യാനുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ പഞ്ചായത്തിനെതിരെയാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ആ വ്യക്തിയിലുപരി പഞ്ചായത്താണ് ഈ കാര്യത്തിന് തീരുമാനമെടുക്കേണ്ടത്. കഴിഞ്ഞ ദിവസം അവർ പഞ്ചായത്തുകാർ അവിടെ വന്ന് അന്വേഷിക്കുമെന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നിരുന്നു. പക്ഷേ അവിടുന്ന് അവർ വരാൻ സാധ്യതയില്ല എന്നാണ് അറിഞ്ഞത് സെക്രട്ടറിയുടെയൊക്കെ പെരുമാറ്റത്തിൽ നിന്ന്. എന്തായാലും ഇത്തരത്തിൽ ഉള്ള സ്ഥലങ്ങളിൽ അവിടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനുമാണ് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം വേണ്ടത്. അതിനെ ഇത്തരത്തിലുള്ള അധികൃതർ വെറും നിസ്സാരമായി കാണുന്നതിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. എന്തായാലും ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ചിറമലയിൽ നിന്നും ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ നിയമസഹായ സമിതിയുടെ മിറ്റിഗേഷൻ റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ നൽകും. കേസിൽ വിധി പറയും മുമ്പുള്ള നടപടിക്രമങ്ങൾ ഇതോടെ പൂർത്തിയാകും. പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി എന്നാകുമെന്നും ഇന്ന് അറിയാനാകും എന്നാണ് മനസ്സിലാകുന്നത്. CV അനുമോദുണ്ട് വിശദാംശങ്ങളുമായി. അനുമോദ്, ചെന്താമര കുറ്റക്കാരാണെന്ന് മനസ്സിലാക്കിയെങ്കിൽ പോലും ശിക്ഷാവിധി എന്താകും അത് കാത്തിരിക്കുകയാണ് കേരളം. വധശിക്ഷയിലേക്ക് പോകുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിൽക്കുകയാണ്. എന്തായാലും നടപടിക്രമങ്ങൾ ഇന്നത്തോടുകൂടി പൂർത്തിയാകും എന്ന് മനസ്സിലാകുമ്പോഴേക്കും അധികം വൈകാതെ തന്നെ ശിക്ഷാവിധി ഉണ്ടാകുമെന്നാണ് എന്ന് വേണോ കണക്കാക്കാൻ? ഹരി, ഗുഡ് മോർണിംഗ്. രണ്ട് കാര്യങ്ങളാണ് കേരളത്തിന് ഇനിയിപ്പോൾ ഈ ചെന്താമര കേസിൽ അറിയാനുള്ളത്. എന്നാകും വിധി, എന്താകും വിധി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം അത് എന്നാകും എന്നുള്ളത് തന്നെയാണ്. അതിന് ഒരുപക്ഷെ ഇന്നത്തോടെ ഒരു മറുപടി കിട്ടും. ഈ മിറ്റിഗേഷൻ റിപ്പോർട്ട് കോടതിക്ക് മുമ്പാകെ എത്തുമ്പോൾ ഒരുപക്ഷെ അതിൽ വാദം കേൾക്കുന്ന നടപടി ഉണ്ടെങ്കിൽ അതുകൂടി പൂർത്തിയായ ശേഷമായിരിക്കും അന്തിമ വിധി എന്നാണെന്ന് പ്രഖ്യാപിക്കുക. അതല്ലെങ്കിൽ കേസ് അടുത്ത ദിവസം വീണ്ടും പരിഗണിക്കുന്ന തരത്തിലേക്ക് ഈ മിറ്റിഗേഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാറ്റിവെക്കും. തുടർന്നായിരിക്കും വിധി പറയുന്ന ദിവസം പ്രഖ്യാപിക്കുക. ഒരുപക്ഷെ ഇതിൽ വലിയ വാദങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ എന്ന് വിധി പറയുമെന്ന കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാകും. ഇന്ന് തന്നെ അക്കാര്യം അറിയുകയും ചെയ്യാം. മിറ്റിഗേഷൻ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇയാൾക്ക് മനോപരിവർത്തനം ഉണ്ടായിട്ടുണ്ടോ, കുറ്റബോധമോ പശ്ചാത്താപമോ ഉണ്ടോ, ഇയാളെ പൊതുസമൂഹത്തിന് ഭീഷണിയില്ലാത്ത രീതിയിലായിട്ടുണ്ടോ, ഈ ജയിൽവാസം അയാളെ സ്വഭാവത്തെ മാറ്റിയിട്ടുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുള്ള നിയമസഹായ സമിതിയുടെ റിപ്പോർട്ടാണ്. ഇയാളെ പെരുമാറ്റവും അതൊക്കെ ഇതിൻ്റെ ഘടകമായിട്ട് വരും. പക്ഷേ അത് പരിഗണിക്കുമ്പോൾ തന്നെയാണ് ജയിലിൽ വെച്ചുള്ള പെരുമാറ്റത്തെക്കുറിച്ചൊക്കെ ജഡ്ജിയോട് ചോദിച്ചപ്പോൾ അയാൾ വളരെ ധിക്കാരത്തോടെ മറുപടി പറഞ്ഞതൊക്കെ. സ്വാഭാവികമായിട്ടും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ കോടതിക്ക് മുമ്പിലുള്ള ഒരു കാര്യം. ഇയാൾ കുറ്റക്കാരനാണെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയ സാഹചര്യമുണ്ട്. ഇയാൾക്ക് എതിരെയുള്ള തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് തെളിയിക്കപ്പെട്ട സാഹചര്യമുണ്ട്. അപ്പോൾ ഈ കേസിൽ പരമാവധി ശിക്ഷ നൽകുക എന്ന പ്രോസിക്യൂഷൻ വാദം അത് ഇനി കോടതി അംഗീകരിക്കുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. പ്രായം കണക്കിലെടുത്ത് ഇളവ് നൽകരുതെന്ന പ്രോസിക്യൂഷൻ്റെ ആവശ്യം കോടതി ഉൾക്കൊള്ളുമോ തള്ളുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. എന്താണെങ്കിലും ഇന്ന് ഉച്ചയോടെ ഈ നടപടിക്രമങ്ങൾക്ക് തുടക്കമാകും. എപ്പോൾ വിധി പറയുമെന്ന കാര്യത്തിൽ ഇന്ന് കൃത്യമായ ഒരു തീയതി അറിയാനാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി തീരുമാനവും അനുമോദ് തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്നാകും എന്താകും എന്നതാണ് കേരളം കാത്തിരിക്കുന്നത്. ഈ ചെന്താമര കേസിലായതിൽ എന്നാകും എന്നത് സംബന്ധിച്ച് ഇന്ന് തന്നെ ഒരു ധാരണ ഉണ്ടാകും. എന്താകും എന്നുള്ളത് കാത്തിരിക്കാം. ധർമ്മസ്ഥല കേസിൽ SIT കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. 1 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിൽ ബെൽത്തങ്ങാടി കോടതിയിലാണ് തലയോട്ടിയും അസ്ഥികളും ഉൾപ്പെടെ 7000 പേജുള്ള റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസിൽ കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു കർണാടക DGP ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ അന്വേഷണത്തിനായി രൂപീകരിച്ചത്. ബെൽത്തങ്ങാടി താലൂക്കിലെ ധർമ്മസ്ഥലയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടേതടക്കം നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലിൽ SIT അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. 1 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിൽ ബെൽത്തങ്ങാടി കോടതിയിലാണ് SIT സംഘം അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത്. 12 ഫയലുകൾ അടങ്ങുന്ന 7000-ലധികം പേജുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. ഇതിനോടൊപ്പം വീഡിയോ മൊഴിയോടുകൂടിയ ഹാർഡ് ഡിസ്കും കോടതിയിൽ സമർപ്പിച്ചു. കേസിൽ 255 സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഫോറൻസിക് ലാബിലേക്ക് അയച്ച മനുഷ്യ തലയോട്ടികൾ, അസ്ഥികൂടങ്ങൾ, മൊബൈൽ ഫോണുകൾ, രേഖകൾ എന്നിവയുൾപ്പെടെ എല്ലാ വസ്തുക്കളും SIT ഉദ്യോഗസ്ഥർ ബെൽത്തങ്ങാടി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്.
SIT റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനിടയിൽ ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക പരമ്പര എന്ന് വെളിപ്പെടുത്തൽ നടത്തിയ ചിന്നയ്യയും ഭാര്യയോടൊപ്പം കോടതി പരിസരത്തെത്തിയിരുന്നു. ധർമ്മസ്ഥല കേസിൽ കോടതിയിൽ ചിന്നയ്യയുടെ വാദം കേൾക്കാനുണ്ടായിരുന്നു. വാദം കേട്ട കോടതി കേസ് ഓഗസ്റ്റ് 29 മാറ്റിയിട്ടുണ്ട്. അന്വേഷണം പൂർത്തിയാക്കി SIT റിപ്പോർട്ട് സമർപ്പിച്ചതോടെ ധർമ്മസ്ഥല കേസിൽ ഇനി കോടതി വിധി നിർണായകമാകും. KB ബൈജു, ന്യൂസ് 18, ധർമ്മസ്ഥല. തിരുവോണം ബമ്പർ ലോട്ടറി മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പുറത്തിറക്കും. ടിക്കറ്റ് വില 500 രൂപയായ ബമ്പറിന്റെ ഒന്നാം സമ്മാനം 30 കോടിയാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടിയ സമ്മാനത്തുകയാണ് ഓണം ബമ്പറിന്റേത്. രണ്ടാം സമ്മാനം 1 കോടി വീതം 20 പേർക്കും, മൂന്നാം സമ്മാനം 25 ലക്ഷം വീതം 3 പേർക്കും ലഭിക്കും. 90 ലക്ഷം ടിക്കറ്റുകളാണ് ആദ്യഘട്ടം വിൽപ്പനയ്ക്ക് എത്തുന്നത്. സെപ്റ്റംബർ 26 നറുക്കെടുപ്പ്. കർക്കിടക മാസപൂജയ്ക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ED നട തുറന്ന് ദീപം തെളിയിക്കും. 18ാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നിപകരും. കർക്കിടക മാസം 1-ാം തീയതിയായ നാളെ രാവിലെ 5 മണിക്കാണ് ദർശനത്തിനായി നട തുറക്കുക. കർക്കിടകം 1 മുതൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം 18ാം പടിയിൽ പടിപൂജ ഉണ്ടായിരിക്കും. രാമായണ മാസം ആരംഭിക്കാനിരിക്കെ 4 അമ്പലങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ചുരുങ്ങിയ സമയം കൊണ്ട് 4 അമ്പലങ്ങളും എത്താമെന്നതാണ് കോട്ടയം രാമപുരത്തെ പ്രത്യേകത. നാളെ മുതലാണ് 4 അമ്പല ദർശനത്തിന് തുടക്കമാകുന്നത്. രാമന്റെ പേരുകൊണ്ട് തന്നെ അറിയപ്പെടുന്ന സ്ഥലം അതാണ് കോട്ടയം ജില്ലയിലെ രാമപുരം. അവിടെയാണ് പ്രസിദ്ധമായ 4 അമ്പലങ്ങളുള്ളത്. പാലായിൽ നിന്ന് 12 കിലോമീറ്റർ അകലെ മാറി സ്ഥിതി ചെയ്യുന്ന രാമപുരത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് 4 അമ്പല ദർശനത്തിന് തുടക്കം കുറിക്കുന്നത്. ഉഴവൂരിൽ നിന്ന് അതേപോലെ കുറവിലങ്ങാട് നിന്നൊക്കെ എത്താനുള്ള വഴികളും ഇവിടേക്കുണ്ട്. സീതാപരിത്യാഗത്തിന് ശേഷം ഉള്ള ശ്രീരാമനെ ആണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നാണ് വിശ്വാസം. കർക്കിടക മാസത്തിൽ ലക്ഷങ്ങളോളം നിരവധി ആൾക്കാർ വന്ന് മടങ്ങുന്നുണ്ട്, തൊഴുതു മടങ്ങുന്നു. പൂർണ്ണമായും ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് അമനകരയിലെ ഭരതസ്വാമിയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം ജില്ലയിലെ രാമപുരം പഞ്ചായത്തിൽ കേവലം 3 കിലോമീറ്ററോളം ദൂരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരാണ് രാമപുരം, കൂടപ്പലം, അമനകര, മേതിരി എന്നീ സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങൾ. ഇവിടെ ഒരു ദിവസം ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം ചെയ്യുക എന്നത് മഹത്വപൂർണമായ കാര്യമാണ്. രാമപുരം ക്ഷേത്രത്തിൽ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൂടപ്പുലത്തെത്താം. അവിടെയാണ് ലക്ഷ്മണസ്വാമി ക്ഷേത്രമുള്ളത്. നാലമ്പലങ്ങളിൽ ഏറ്റവും അവസാനം എത്തുന്നത് മേതിരിയിലാണ്. ഇവിടെയാണ് ശത്രുഘ്ന സ്വാമിയുടെ ക്ഷേത്രമുള്ളത്. മേതിരിയിൽ നിന്നും നേരെ രാമപുരത്ത് പോയി ശ്രീരാമനെ കണ്ട് വണങ്ങിയ ശേഷമാണ് പ്രദക്ഷിണം പൂർത്തിയാകുന്നത്. 3 കിലോമീറ്റർ പരിധി ആയതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഉച്ചയ്ക്ക് മുൻപ് തന്നെ ദർശനം പൂർത്തിയാക്കാനും സാധിക്കും. അതാണ് രാമപുരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. എറണാകുളം കോതമംഗലം കുട്ടമ്പുഴയിൽ കാട്ടാനക്കൂട്ടം. സസ്ത്രപ്പടി ഭാഗത്ത് 20ഓളം കാട്ടാനകളാണ് പുഴയിൽ മണിക്കൂറുകളോളം ചെലവഴിച്ചത്. കുട്ടിയാനകൾ മുതൽ വലിയ കൊമ്പന്മാർ വരെ ഉൾപ്പെട്ടതാണ്. ആനക്കൂട്ടം പുഴയിൽ കുളിക്കുകയും വെള്ളത്തിൽ കുളിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ കൗതുകകരമാണ്. ആനകൾ ഇവിടെ കൂട്ടമായി എത്താറുണ്ടെങ്കിലും ഇത്തരത്തിൽ വലിയ ആനക്കൂട്ടം ഒരുമിച്ച് പുഴയിൽ ഇറങ്ങുന്ന കാഴ്ച അപൂർവമാണ്.
പ്രിയദർശിനി പദ്ധതി 1 മാസം പൂർത്തിയാകുന്നതോടെ KSRTCക്ക് ഉണ്ടായ സാമ്പത്തിക ബാധ്യതയുടെ കണക്കുകൾ ഇന്ന് പുറത്തുവിട്ടേക്കും. ജൂൺ 16 മുതൽ ഇന്നലെ വരെയുള്ള കണക്കാണ് KSRTC ശേഖരിക്കുന്നത്. ഇതിനോടകം സൗജന്യ യാത്ര ചെയ്ത സ്ത്രീകളുടെ എണ്ണവും പദ്ധതിയുടെ പ്രയോജനം ഏറ്റവും അധികം ലഭിച്ച പ്രദേശങ്ങൾ സംബന്ധിച്ചും വിശദമായ റിപ്പോർട്ടാണ് ഗതാഗത വകുപ്പ് തയ്യാറാക്കുന്നത്. ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഫുഡ് ഗോളം കാണാം. എൽദോചേരി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.